കൊടുക്ക് കടിച്ചീനാന്ന് ഫുള്ള്. നീ അത് കഴിച്ചു നോക്കിയെന്നാ അവരുടെ അയച്ചു നോക്കിയേ. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് വേറെ എന്ത് കഴിച്ചാലും അത് മധുരമായിട്ട് തോന്നും. നമ്മളിൽ ഒരാള് ഈ ഫ്രൂട്ട് കഴിക്കും, എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഹാഫാക്കി ട്രൈ ചെയ്ത് നോക്കും. സാധനം കൊള്ളാം. കയ്പുണ്ടാവായിരിക്കും. പാവക്ക ഈ കാണുന്ന ചെറിയ ചെടിയിലാണ് മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇത് കഴിച്ചിട്ട് 1/2 മണിക്കൂർ നേരത്തേക്ക് എന്ത് കഴിച്ചാലും മധുരാവും എന്ന് പറയുന്നവരുണ്ട്. പുളിയുള്ളത് മാത്രം കഴിച്ചാലേ മധുരാവുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. മുൻധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ഒന്നും നടത്താതെയാണ് കഴിച്ചു നോക്കിയത്. വീഡിയോ എടുത്തതിന് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ചില ഇൻഫർമേഷൻസ് ഒന്നും ശരിയല്ല. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നെ ഉണ്ടാവും. നമ്മളിൽ ഒരാൾ ഈ ഫ്രൂട്ട് കഴിക്കും, എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഹാഫാക്കി ട്രൈ ചെയ്ത് നോക്കും. പുളി, കയ്പ്, എരിവ്, വീണ്ടും പുളി. ഇത് നമ്മൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്തോ അറിയാമെന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കണം. രണ്ടും എങ്ങനെയാണ് കഴിക്കാം. അപ്പൊ അല്ല അത് വേണ്ട, അത് അതിന്റെ ട്രാക്ഷൻ ശരിയാവില്ല, ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രൂട്ട് കഴിക്കും, ഇവൻ ഫ്രൂട്ട് ഇല്ലാതെ ഇതൊക്കെ കഴിക്കും. ഇതിനൊരു പുളിയും മധുരവും കൂടി ചേർന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. ആദ്യം നാരങ്ങ കുറച്ച് ഇല്ല, അത് മുഴുവൻ കഴിച്ചു. ഞാൻ കഴിപ്പല്ലേ പുളിയും മധുരവും കൂടി വന്നിട്ട് സർവത്തിന്റെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ്. ടേസ്റ്റ് ഉണ്ട്. അടുത്ത പുളി എടുക്കാം. ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. പുളി കണ്ട, ശരിക്കും പുളി കണ്ട. പുളിക്ക് കുറച്ച് എന്താ ഇത് വലിയ പുളിയൊന്നും അറിയാനുള്ള. എരിവ് വെച്ച് നോക്കാം. ചീസ് ചീസ്. എരിവ് അറിയാനുണ്ട്, പക്ഷെ വലിയ എരിവായിട്ട് തോന്നല്ല. ചെറിയൊരു എരിവുണ്ട്. ചെമ്മിപ്പുളി കുറച്ച് ഉണിയില്ലേ. പാവക്ക പിന്നത്തെ സാധനം കഴിക്കൂല. കയ്പുണ്ട്. അങ്ങനെ ഭയങ്കര കയ്പില്ല, ചെറിയ കയ്പുണ്ട്. ഇത് 2 കഴിച്ച എഫക്റ്റ് കൂടുമെന്ന് നമുക്ക് നോക്കാം. 2 കഴിച്ച എഫക്റ്റ് ഒന്നും മാറണമെന്നില്ല. നമ്മൾ ഇവന് ഈ സാധനം കഴിക്കാൻ കൊടുക്കും. അതിനുശേഷം ഇങ്ങനെ ഇതൊക്കെ കഴിച്ചു പറയാം. മധുരമുണ്ട്. നീ നേരത്തെ കഴിച്ചത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ മാറ്റമുണ്ട്. നേരത്തെ പുളി മാത്രം വരുന്ന എല്ലാം നേരത്തെ കഴിച്ചായിട്ട് കമ്പയർ ചെയ്ത് പറയട്ടാ. ശരിക്കും പുളി ഉണ്ട. ഏതിനാണ് വ്യത്യാസം ഇല്ലാത്തെന്ന് പറഞ്ഞോട്ടെ. ആപ്പിള് ആപ്പിളിന് ചെറിയൊരു മധുരമുണ്ട്. മധുരം കൂടിയതുപോലെ ഈ ചെമ്മിപ്പുളി പുളിയുണ്ട്, മധുരമുണ്ട്. നേരത്തെ മധുരം ഉണ്ടായിരുന്ന ഇല്ല. പുളിയാമൊക്കെ പാവക്ക ഒരു വ്യത്യാസം തോന്നല്ലേ? ഇത് കയ്പ്പനെ. അല്ല, കയ്പില് വല്ല വ്യത്യാസം ഉണ്ടാ? ഇല്ല. എരിവുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്? എരിവില് കൂടുതലൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. കുടിക്കല്ലേ? ഇതിന്റെ എഫക്ട് എന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് എന്തുകൊണ്ടാണ് മധുരം എന്ന് പറഞ്ഞു കൊടുക്കുക.
അവൻ പറഞ്ഞു ഈ ഫ്രൂട്ടിലുള്ള മിറാക്കുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ നാവിലുള്ള ടേസ്റ്റ് ബഡ്സ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെമ്പററി സ്വീറ്റ്നെസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിൻലി ഡയബറ്റീസ് ഉള്ളവർക്കും ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ പ്ലാന്റ് നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആണ്. ഡ്രൈഡ് ബെറീസ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ മേടിക്കാം. സോൾട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മധുരം ഇടാത്ത കട്ടൻ ചായ. മധുരമൊന്നുമില്ല, മധുരം ഫീൽ ചെയ്യണില്ല. നാരങ്ങ പിഴിഞ്ഞ് നോക്കാം. ഒരു ലൈറ്റ് മധുരം, ഭയങ്കര മധുരമില്ല. ആ പണിയതായി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കഴിക്കുമ്പോൾ വെറുതെ വലിച്ചാരി കഴിക്കരുത്. ടേസ്റ്റ് അറിഞ്ഞില്ലെങ്കിലും വയറിന് പണി കിട്ടും. അപ്പോൾ ഒരു മിട്ടിട്ട് കഴിക്കുക. ഇത് കസിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഇവർക്ക് രണ്ടുപേർക്ക് ഫ്രൂട്ട് കൊടുക്കും. നല്ല മധുരമുള്ള ഒരു സ്പെഷ്യൽ നാരങ്ങ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രാങ്ക് എക്സിക്യൂട്ട് ചെയ്യണം. എടി ഇത് മധുരമുള്ള നാരങ്ങ നമ്മൾ മുറിച്ചിട്ട് നീ അത് കഴിച്ചു നോക്കിയെന്നാ. അവരുടെ അയച്ചു നോക്കിയ, അവരുടെ അയച്ചു നോക്കിയേ. അടിച്ചു പോയോ? ആ കൊടുക്ക്, കടിച്ചീനാന്ന് ഫുള്ള്. നീ ഇത് കഴിക്കും. കുരുണ്ട്, കുരു ചവച്ചീന്നല്ലേ? ചവച്ച കഴിക്കി. ആ കൊടുക്ക്. ഇവർ കൊടുത്തോ? ആ എന്തോ കുഴപ്പമുണ്ട് എനിക്ക്.